ഇവിടെയുള്ള എല്ലാവർക്കും എല്ലാ പ്രാസംഗികന്മാർക്കും MTA ഒരുവിധം വ്യക്തിപരമായിട്ട് തന്നെ നല്ലോണം അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം ഒരുപാട് മിക്കവാറും വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അവകാശപ്പെടാം. ഞാൻ MTയിലെ ഒരു ചരിത്രകാരൻ എന്തായിരുന്നു എന്ന് കാണാൻ ശ്രമിക്കുകയാണ്. ഞാൻ വളരെ കാലം മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പം നാലുകെട്ട് വായിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം മുമ്പ് വീണ്ടും ഒരു പുനർവായന നടത്തി. വായന നടത്തുമ്പോൾ അതിലുള്ള പ്രധാന തീം ഒരു നാലുകെട്ടിൻ്റെ ഒരു തകർച്ചയാണ്. എൻ്റെ അക്കാദമിക അന്വേഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ തകർച്ചയെ നോക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ മിഷണറിമാര് ഇവിടെ മലബാറിൽ പലപ്പോഴും വീട് തോറും പോയിട്ട് സുവിശേഷ പ്രചരണം നടത്തും. അതിൻ്റെ ഇടയ്ക്ക് നായർ തടവാറുകളിലും പോകും. ചില മിഷണറിമാര് ഒരു കമന്റ് ചെയ്യുന്നുണ്ട്, ഈ നായർ ആണുങ്ങൾ എന്താണ് ദിവസം മുഴുവൻ മുടി ചീകാൻ സമയം ചെലവഴിക്കുന്ന ഇത്രയധികം എന്ന്. നായർ പുരുഷന്മാർക്ക് നീണ്ട മുടി ഉണ്ടാവോ, അത് ചീകിയും കൊണ്ടിരിക്കുക. അത് ആ വിദേശ മിഷണറിമാരെ അത്ഭുതപ്പെടുത്തി. കാര്യം എന്താന്ന് വെച്ചാൽ നായർ പുരുഷന്മാർക്ക് ജോലിയില്ലായിരുന്നു. അവർക്ക് അവരുടെ പരമ്പരാഗതമായ ജോലി, അതായത് കലകളുമായിട്ട് ബന്ധപ്പെട്ടത് അവർക്ക് നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷുകാരെ നിരോധിച്ചു. അതിനുശേഷം മറ്റൊരു മാറ്റവും കേരളത്തിൽ നടക്കുന്നുണ്ട്. അതായത് ഈ 20-ാം നൂറ്റാണ്ടിലാണ് മറ്റു മാറ്റങ്ങൾ വരുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ഒരുപാട് നിയമ നിർമ്മാണങ്ങൾ നടക്കുകയുണ്ടായി. മലബാർ മാരേജ് ആക്ട്, മലബാർ മരുമകത്തായം ആക്ട് തുടങ്ങി ഈ നാലുകെട്ടുകൾക്ക് വേണമെങ്കിൽ അവർക്ക് വിഭജിക്കാന്നുള്ളത്. അതിനു മുമ്പുണ്ടായിരുന്നത് നാലുകെട്ട് ഈ തറവാടുകളിലെ എല്ലാ അംഗങ്ങളുടെയും ഒപ്പുണ്ടെങ്കിലേ ഇത് പറ്റുള്ളൂ. ഇത് മെജോറിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതായി. അതോടുകൂടി സമാന്തരമായിട്ട് വേറൊരു കാര്യവും നടന്നു മലബാറിൽ. അത് കർഷക മൂവ്മെന്റ് ആണ്. പ്രധാനമായിട്ടും കർഷക തൊഴിലാളികളിൽ നിന്നും പെരുമ്പാട്ട കൃഷിക്കാരിൽ നിന്നും. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നാലുകെട്ട് എന്ന് പറയുന്ന ഈ നോവൽ എഴുതുന്നത് 1953 കാലഘട്ടത്തിൽ, അതായത് കർഷക സമരം അതിൻ്റെ പരിസമാപ്തി വരെ എത്തി. ഭൂവുടമകളുടെ ശക്തി കുറെ നിയന്ത്രിക്കപ്പെട്ടു. ആ സമയത്ത് തറവാടുകൾക്ക് വിഭജിക്കാമെന്ന അവസ്ഥ വന്നു. ഇതൊക്കെ ഒരു ചരിത്രകാരന്റെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ നോവല് അതിലുള്ള കഥാപാത്രങ്ങളിലൂടെ, അതിലൂടെ സംഭവങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. 19-ാം നൂറ്റാണ്ടിൽ വെറുതെ മുടി ചീക്കിയും കൊണ്ട് പുരുഷന്മാരിരുന്നെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ പണിയൊന്നും ഇല്ലാതെ ഉമ്മറത്തൊക്കെ ഇരിക്കുന്ന പുരുഷന്മാരാണ് ധാരാളം ഉള്ളത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രം ഒരിക്കൽ അമ്മ വിളമ്പുമ്പോൾ പറയുന്നുണ്ട്, വെറും ചോറും ചക്കമടലും കൊണ്ടുള്ള ഒരു ഉപ്പേരിയും മോരും മാത്രമേ ഉള്ളൂ, ഇനി കുറെ കാലം ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്ന. അതായത് അതുവരെ ജന്മിമാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഭോഗത്തിന്റെ അളവ് കുറച്ച് കുറയുക തന്നെയാണ് ചെയ്തത്. കാരണം കർഷക സമരവും ശക്തമായി വരികയായിരുന്നു. ഈ കാലഘട്ടത്തിനെ നമുക്ക് ചരിത്രകാരന്മാർക്ക് പ്രതിഫലിക്കാം. എന്നാൽ ഒരു എഴുത്തുകാരൻ ആ ഭൂമികയുടെ ഉള്ളിൽ ജീവിച്ചൊരു വ്യക്തിക്ക് അത് നമ്മളെ ഹൃദയത്തിനോട് തൊട്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു കാര്യം അത് എനിക്ക് തോന്നുന്നത് ഓരോ പേജ് എടുത്ത് നോക്കിയാലും അപനിർമ്മിച്ച് വായിക്കാൻ മാത്രമുള്ള ഒരു നോവലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. MTയുടെ മറ്റു പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ധാരാളം അറിവുള്ളവർ ധാരാളം ഉണ്ട്. അവർ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അധികം പരിചയപ്പെടാൻ കഴിയാത്തതിൽ ഇന്നും വ്യസനമുണ്ട്. പക്ഷേ ഒരു വിദൂരതയിൽ ആരാധനയോടെ എന്നും കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഞാനും അനുശോചിക്കുന്നു. നന്ദി.